ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫങ്ഷന് വേണ്ടി വന്നതാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത്. ബട്ട് ആക്ച്വലി ഇന്നല്ല ഫങ്ഷൻ, നെക്സ്റ്റ് മന്താണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വഴി തെറ്റി നമ്മൾ വന്നിട്ട് ഇന്ന് ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അടുത്ത മാസത്തെ ഫങ്ഷൻ ആക്ച്വലി ഇന്നാണെന്ന് വിചാരിച്ച് കൂട്ടിക്കൊണ്ട് വന്ന എൻ്റെ ഹസ്ബൻഡിന് വളരെ താങ്ക്സ് ഉണ്ട്. കാരണം അതുകൊണ്ട് ഈ വാക്സ് മ്യൂസിയത്തിൽ നിന്ന് പോകാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വാക്സ് മ്യൂസിയത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥലം. അകത്ത് ആരൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടായിരിക്കാം വെളിയിൽ ആരൊക്കെയാ എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പെർ ഹെഡ് 100 റുപ്പീസാണ്. കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഫീ ഇല്ല. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഈ വഴി കൂടെയാണ് നമ്മൾ അകത്ത് പോകേണ്ടത്. ഇതാണ് നമ്മുടെ സ്വാതി തിരുനാൾ രാമവർമ്മ. പിന്നെ നമ്മൾ ടിയാമ്മ ഇതൊക്കെ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇതൊക്കെ കിങ്ങാ ടിയാമ്മോ, കിങ്ങാ ഇതെല്ലാം. ഇതാരാന്നറിയാവോ? ഇതൊരു ക്വീനാ. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി. പിന്നെ അപ്പുറത്തോട്ടുണ്ട്, നോക്കട്ടെ. പിന്നെ ഇതാണ് സുനിൽ എന്ന് പറഞ്ഞ ആൾ. ഇദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അകത്തുള്ളത് മൊത്തം. ഫ്രീഡം ഫൈറ്റേഴ്സ്. ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ? ഭയങ്കര നഖം, ചെരുപ്പ് എല്ലാം വെരി റിയൽ, വെരി റിയൽ. അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നെഹ്റുവിൻ്റെയൊക്കെ മൂക്കിലൊരു ചെറിയ ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ആൾക്കാർ തൊടുന്നതും കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ ആവാം. അത് എ സി ഉണ്ടെങ്കിലും കുറച്ച് ചൂടുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ വാക്സ് അല്ലേ, അതും ആകാമെന്ന് തോന്നുന്നു. എല്ലാ വർക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. ഞാനാണെങ്കിൽ ഇത് സായിബാബയുടെയാണേ. ശരിക്കും ഒരാൾ കിടക്കുന്ന പോലെ തന്നെ തോന്നിക്കും. ബെഡാന്നേലും അത് നമുക്ക് ഭയങ്കര റിയാലിസ്റ്റിക് ആയിട്ട്. ഇതിനൊന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല. പുറത്തൊക്കെയല്ലേ ഇങ്ങനത്തെ മ്യൂസിയംസ് പൊതുവേ ഉണ്ടാവാറുള്ളത്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഐ വാസ് വെരി ഹാപ്പി കാണാൻ പറ്റിയതിൽ. നമുക്ക് ഭയങ്കര റിയലായിട്ട് തോന്നും. ഓരോന്നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോരുത്തരും നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലത്തെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ പ്രായത്തിലാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ടിയാമ്മ ഇത്രയും കുഞ്ഞിലേ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയതിൽ വി വർ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം ആർക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ, നിങ്ങളെല്ലാം പോയി കാണണം. ഇത് സൗത്ത് സ്ട്രീറ്റിലാണ്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ മറ്റേ ഗൂഗിളിൽ ഇട്ട് നോക്കിയാൽ തന്നെ കിട്ടും. ഉമ്മൻചാണ്ടി സാറൊക്കെ അതുപോലെ ഇരിക്കുകയാണ് കാണാൻ. ഞാൻ നേരിൽ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ നമുക്ക് കാണുമ്പോഴേ ഭയങ്കര റിയാലിസ്റ്റിക്കാണ്. പിന്നെ പോപ്പാണേലും നമ്മുടെ ഫേസ് കളേഴ്സൊക്കെ ആണേലും
കൈയുടെ കളറാണേലും ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്. ഇതിന് ഒരു പ്രത്യേക കഴിവ് വേണം ഇതിനൊക്കെ. പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക റിയലിസ്റ്റിക് ആട്ടോ. കാരണം നമ്മുടെ മേത്തുള്ള ചെറിയ ചെറിയ രോമം താടിയൊക്കെ വരെ ഭയങ്കര ക്ലിയറായിട്ടും ഭയങ്കര റിയലിസ്റ്റിക്കുമായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ അടുത്തെടുക്കുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അടുത്തൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അവർ മുട്ടിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ അടുത്ത് വെച്ചൊക്കെ എടുത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി എനിക്കിത് ഈ ഒരു വീഡിയോ എടുക്കണം, എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ അറിയാത്തവർക്ക് പോയി കാണാമല്ലോ. 100 റുപ്പീസേ ഉള്ളൂ ഫീസ്. ഇത് കാണാൻ വേണ്ടി നമുക്ക് UK US പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് ആളുകളുടെ ഇതുപോലെ വാക്സ് സ്റ്റാച്യൂസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. അടിപൊളിയാണ്, നിങ്ങൾ പോയി കാണണം. ട്രിവാൻഡ്രം ദൂരേന്ന് വരുന്നവർ ട്രിവാൻഡ്രത്ത് ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കാണണം. ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയൊക്കെയാണ്. ചിലരുടെയൊക്കെ എനിക്ക് അത്ര ഡിഫൈൻഡായിട്ട് തോന്നിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് പ്രകാശ് രാജിൻ്റെയൊക്കെ ഭയങ്കര യങ്ങായിട്ട് തോന്നി. പ്രകാശ് രാജിൻ്റെ ഒന്നും അത്ര സൈഡ് ഫേസ് ഒക്കെ കറക്റ്റായിരുന്നു, ക്ലിയർ ആയിരുന്നു. ബട്ട് എനിക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതൊക്കെയോ കിങ്ങാണ് കേട്ടോ. അപ്പം എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. കാണാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിരുന്നു. ദാദാ സാഹേബാണിത്. പിന്നെ ചിലരുടെയൊന്നും പേരെനിക്കറിയത്തില്ല, ഞാനങ്ങോട്ട് പേരും കൂടെ ചേർത്താണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്നസെൻറ്റിനെ കണ്ടപ്പോൾ തന്നെ ടിയാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ. പതിവില്ലാതെ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ആരാന്ന് ചോദിച്ചപ്പോൾ അലൻ പറഞ്ഞു കൊടുത്തു, ഒരു വീഡിയോസൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ബാഹുബലിയൊക്കെ ലുക്കാട്ടോ. സത്യം പറ, ആ ഹൈറ്റൊക്കെ കറക്റ്റ്, ആ ഹൈറ്റ് എനിക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ നമുക്ക് കാണുമ്പോഴേ നല്ല പൊക്കവും എല്ലാം ഭയങ്കര ബാഹുബലിയൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ എന്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴും എനിക്കൊരാൾ നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരാൾ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഇരിക്കുന്ന പോലെയാണ്. പിന്നെ എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് അത് വിരാട് കോഹ്ലിയായിരുന്നു. വിരാട് കോഹ്ലിയുടെ ഹെയർ സ്റ്റൈലാണോ അത് ഫേസിൻ്റെ ആണോ എന്നറിയത്തില്ല, എനിക്ക് അത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ മറഡോണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ ഗൾഫിലെ ഏതോ കിങ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം മറഡോണയെ കണ്ടപ്പം എനിക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഒത്തിരി റിയലായിട്ട് തോന്നിയ ആൾക്കാരെയൊക്കെയാണ് ഞാൻ ഈ കൂടുതൽ ഇങ്ങനെ സൂം ചെയ്തൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. സൽമാൻ ഖാനുണ്ട്, പിന്നെ കരീന കപൂർ ഉണ്ടായിരുന്നു കേട്ടോ. കരീന കപൂർ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. സൈഡിലിരിപ്പുണ്ട്. കുറച്ച് പേര് ഇരിക്കുന്നതായിട്ടും കുറച്ച് പേര് നിൽക്കുന്നതായിട്ടും ഒക്കെയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ റാണ രഘുപതി. ആരാ ചെയ്യാമത്? എന്തിയേ? ലാലപ്പ. അപ്പം ഫോട്ടോ എടുത്തോ. ലാലേട്ടനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ആ പോസും ഒക്കെ കറക്റ്റാണ്, ഭയങ്കര ലുക്കാണ്. എനിക്കറിയത്തില്ല, ഞാനോ അലനോ മോഹൻലാലിൻ്റെ ഫാനല്ല കേട്ടോ. ഫാൻ വെച്ചാൽ ഞങ്ങൾ ആരുടെയും അങ്ങനെ പ്രത്യേകിച്ച് ഫാനായിട്ടല്ല. ഞങ്ങൾ നല്ല സിനിമകൾ വരുന്ന ഏത് ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും കാണാറുണ്ട്. പക്ഷേ ടിയാമ്മ അങ്ങനെയല്ല. എനിക്കൊന്ന് ടിയാമ്മ ആദ്യം കണ്ട സിനിമ തന്നെ ജയിലറായിരുന്നു. ജയിലർ ഒരു കുട്ടികൾക്ക് കാണിക്കാൻ പറ്റാത്ത ടൈപ്പ് മൂവി ആയിരുന്നതും കൊണ്ട് ഞങ്ങൾ ചില സീൻസേ ഞങ്ങൾ കാണിച്ചുള്ളൂ ടിയാമ്മയെ. ഞങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടത്. പക്ഷേ മോഹൻലാലിൻ്റെ എന്താ പറയുക, ആ ഒരു എൻട്രി വീഡിയോ കണ്ടായിരുന്നു. പക്ഷെ അത് കണ്ട് കഴിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. വേറെ ഒരു ആക്ടേഴ്സിനെ അങ്ങനെ വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷേ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് വീഡിയോ എവിടെ കണ്ടാലും, കട്ടൗട്ട് കണ്ടാലും, ഫോട്ടോസ് കണ്ടാലും, ഏത് മേക്ക് ഓവറിൽ കണ്ടു കഴിഞ്ഞാലും പറയും ലാലപ്പൂപ്പ എന്ന് പറയും. പിന്നെ ഞാൻ ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ
ലാൽ അപ്പൂപ്പ എന്ന് പറയുന്നതാണ്. എനിക്കൊന്ന് സ്വന്തം അപ്പൂപ്പൻ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് മോഹൻലാലിനെയാണെന്ന് അപ്പൂപ്പ എന്ന് പറയുന്നത്. വെരി ഹാപ്പി. മോഹൻലാലിനെ കണ്ടാന്ന് തോന്നുന്നു. ടിയാമ്മയെ കാണിച്ച് ഞങ്ങൾ മോഹൻലാലിൻ്റെ ഫാനായപ്പം. പിന്നെ ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. അത് അടിപൊളി ലുക്കാട്ടോ, നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചില ആൾക്കാരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് ക്രിയേറ്റിവിറ്റിയാണ്. ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണം. അവിടെ ഇവിടെയും ചെറിയ നമുക്ക് രൂപവ്യത്യാസങ്ങളല്ല, ഒരു ചെറിയ ഒരു ഇത് തോന്നും എന്നുള്ളതല്ലാതെ നമുക്ക് എല്ലാ ആർട്ടിനെയും ഐ റിയലി അപ്രിഷിയേറ്റ്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വിസിറ്റാണ്. ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും, ആരെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിലും, പ്ലീസ് ഡു ഗോ വിസിറ്റ് ദിസ് പ്ലേസ്. അടിപൊളി പ്ലേസാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അമ്മയാട്ടോ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതും കൊണ്ട് ജയലളിത, എൻ്റെ ചേട്ടൻ ജയലളിതയുടെ ഭയങ്കര ഫാനായിരുന്നു. അപ്പം ജയലളിതയുണ്ട്, MGR ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ PM ഇരിപ്പുണ്ട്. ഇങ്ങനെ ടിയാമ്മ ഇതാണ് PM എന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക്. പിന്നെ ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് APJ. ഐ റിയലി വാണ്ടഡ് ടിയ ടു സീ ദിസ്. അപ്പം വളരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ആരായിരുന്നു എന്താന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു APJനെ. ഞാൻ APJയുടെ മറ്റേ ഫ്യൂണറൽ മറ്റേ അടക്കിയ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ എം റിയലി ഹാപ്പി കാണാൻ പറ്റിയതിൽ. യൂഷ്വലി ജയലളിത എപ്പോഴും നമ്മൾ ഗ്രീൻ സാരീസിലാണ് കാണാറുള്ളത് കേട്ടോ. പിന്നെ പാർട്ടിയുടെ സിമ്പിളാണ് ഈ ഇരട്ടയില. അത് വെരി വെരി നാച്ചുറൽ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസും ഒക്കെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും ക്ലിപ്സും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ചെടുത്തതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ഇനി അടുത്ത മാസം ശരിക്കുള്ള ഫങ്ഷന് പോകണം. അങ്ങനെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതിൽ നിന്ന് ഈ വാക്സ് മ്യൂസിയം കാണാൻ പറ്റി. എല്ലാവരും പോയി കാണണം, മസ്റ്റാണ്.